മമ്മ ഒന്നല്ല. ഒരു മാനേഴ്സ് ഇല്ലേ കുട്ടിക്ക്? ഓൾ ആരൊക്കെ ഇപ്പൊ പോയിക്കുന്നത് ആർക്കറിയാ? ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഓളാടല്ല, നിങ്ങൾ അങ്ങോട്ട് പോണേ. റെഡിയായോ? ആരും കാണാതായിപ്പോ? അപ്പൊ മമ്മനെ വിളിച്ചോ കേട്ടോ. ഹലോ, ഇജ്ജ് എവിടെ? ഹലോ, എന്തേ? അല്ല, മോള് സ്കൂള് വിട്ട് വരുന്ന എനിക്ക് അറിയണല്ലേ. ആ സമയത്ത് ഇജ്ജ് ഉണ്ടാവേണ്ടിയല്ലേ? ഞാൻ എന്നല്ലേ എന്നും ഓളെ നോക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാലെന്താ? ഞാൻ എന്താ ഇവിടെ വെറുതെ നടക്കുന്ന ആളാ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ ഓഫീസിൽ ഫുൾ തിരക്കാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്നും ഞാൻ നോക്കണമെന്നൊന്നുമില്ലല്ലോ. നിങ്ങളും കൂടി മോളല്ലേ. ഹലോ, ഞാൻ വീട്ടിലാ. അടിപൊളി ഡാൻസും ആയിക്കോട്ടെ. അപ്പൊ മോളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഓക്കെ ഏറ്റവും ഇഷ്ടം ആരോടാ? മമ്മ ഇപ്പോ വരും. പപ്പനോടോ മമ്മനോടോ എനിക്ക് രണ്ടാളോടും ഇഷ്ടാ? മോക്ക് മമ്മനെ കാണാനായിട്ട് വിഷമമുണ്ടോ? സങ്കടാവണ്ട കേട്ടോ. മമ്മ എന്താണ് വരാത്തെ? മമ്മ വരും കേട്ടോ. വാവാ, ബിരിയാണി ഉണ്ടാക്കി തരുമോ? ചെയ്യാൻ വേണോ? പണി പാടില്ല പഠിച്ചോനെ. സജീർക്ക, മോക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഉപ്പ് കൂടിപ്പോയി. നിങ്ങൾ വരുമ്പോൾ കുറച്ച് പാർസലാക്കിയിട്ട് വരുമോ? ഓൾ അറിയണ്ട, ബാക്ക് കൂടെ കയറിയാൽ മതി കേട്ടോ. പപ്പ ഹാപ്പി ആട്ടോ. ഓൾ ഇതുവരെ വന്നില്ലല്ലേ? ഇല്ല. നിങ്ങളെ എന്തേ ആവശ്യമുണ്ട് വിളിച്ചോണ്ടിട്ടോ, നമ്മൾ അവിടെ തന്നെ ഉണ്ട്. ആവശ്യമുള്ള പണിക്ക് പോയാ പോരെ. ആവൂലേ ആവൂലെന്ന് പറഞ്ഞിട്ട് അയച്ചടെ ഉള്ളിലുണ്ട്. തമാശൊക്കെ പോയി ഇപ്പൊ സീരിയസ് ആയോ? മമ്മല്ലായിട്ട് വിഷമമുണ്ടോ? പിന്നെ ആൾക്കാർ ഈ പറഞ്ഞു കേൾക്കണത്. ഈ കുട്ടീനെ ഒന്ന് പിടിച്ചാ ആയിഷമോളെ. മാമിന്റെ കുട്ടി വിഷമിക്കണ്ട കേട്ടോ. അകത്ത് പോയി കളിച്ചേ. നീ ഒന്ന് വന്ന അകത്തേക്ക്. എന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഓള് നമ്മളെ കൂട്ടത്തിൽ ചേർത്താൻ പറ്റൂലെന്ന്. എന്നിട്ട് ഇപ്പൊ ആ മോള് വിഷമിക്കണ കണ്ടില്ലേ? എനിക്ക് എന്തായാലും ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റൂല. ആൾക്കാർ ഇങ്ങനെ പറയുന്നൊക്കെ കേൾക്കാൻ വയ്യത്. എന്തായാലും ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിക്കൊയ്യി. എടി അങ്ങനല്ലടി, ഓള് വരുന്ന പറഞ്ഞത്. ഓളെന്തോ തിരക്കിലായിട്ടാണ്. ഓള് വരുന്ന് കാത്ത് ഇങ്ങനെ ഇരുന്നോ പണ്ടത്തെ പോലെ തന്നെ. ഓൾ ആരൊക്കെ ഇപ്പൊ പോയിക്കുന്നത് ആർക്കറിയാ? എന്തായാലും ഈ പണ്ടത്തെ പോലെ ഇനി കൊണ പറയണ്ട. നമുക്ക് വേണ്ട ഈ ബന്ധം. അത് രണ്ടാക്കിക്കാളാ. എന്തൊക്കെ പറഞ്ഞാലും ആയിഷുവിന്റെ അമ്മല്ലേ, കുറച്ച് ദിവസം ഒന്ന് കാത്തു നോക്കാം. എന്താണെന്നറിയാലോ. ഒന്ന് കാത്ത് ഇങ്ങനെ ഇരുന്നോ പണ്ടത്തെ പോലെ തന്നെ. ഓൾ ആരൊക്കെ ഇപ്പൊ പോയിക്കുന്നത് ആർക്കറിയാ? എന്തൊക്കെ പറഞ്ഞാലും ആയിഷുവിന്റെ അമ്മല്ലേ, കുറച്ച് ദിവസം ഒന്ന് കാത്തു നോക്കാം. എന്താണെന്നറിയാലോ. ആണ് കുഞ്ഞിപ്പാന്റെ പ്രശ്നം. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ പോലെ തന്നെ എപ്പോഴും ഈ ചിന്തിക്കണത്. ഒന്ന് മാറ്റി ചിന്തിക്കുക. അത് പെൺകുട്ടിയല്ലേ. എനിക്കത് ഓളില്ലെങ്കിൽ വേറെ പെൺകുട്ടിനെ കിട്ടൂലേ? നാളെ ഓളെ കണ്ടിട്ടല്ലേ ഈ കുട്ടി വളരുന്നത്. അതിൽ എനിക്കൊന്നും തോന്നണില്ല. നാളെ എൻ്റെ മോളും ഇങ്ങനെ കാട്ടണമെങ്കിൽ എന്താ ചെയ്യാ? അത് ചെറിയ കുട്ടിയല്ല, അതിനൊക്കെ എന്തിനാ അതിൽ വലിച്ചിടുന്നത് ചെയ്യും. ഇതിപ്പോ ഇങ്ങനെ പോവുകയാണെങ്കിൽ നാളെ അതൊക്കെ ഈ കേൾക്കേണ്ടി വരും. എന്നോട് പറഞ്ഞിട്ടല്ലെങ്കിലും കാര്യമില്ല. ഇവിടെ എന്തെങ്കിലും തിന്നാണ്ടാക്കിയിരുന്ന മനുഷ്യന്റെ കുടല് കരിഞ്ഞിട്ട് വയ്യ. എന്താ ആലോചിക്കുന്നേ? അമ്മ ഫുഡ് കഴിക്കുമ്പോഴേക്ക് മമ്മ വീഡിയോ കഴിക്കാണ്. മമ്മ ഡ്യൂട്ടിയിലല്ലോ വാവാ. അമ്മ നാളെ വരും കേട്ടോ. എന്താ കുഞ്ഞിപ്പ ഓള് പോയിന്റെ ശേഷം ഇവിടെ വെപ്പും കൂടിയൊന്നും ഇല്ലേ? എനിക്കിപ്പോ ഭക്ഷണം കിട്ടിയാൽ മതില്ല. ഞാൻ വാങ്ങി കൊണ്ടുവരാം. ഇജ്ജും കൂടി എന്നെ തളർത്തല്ലേ. ആണ്ടച്ച് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവാ. ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാം. ഒന്നുമില്ലെങ്കിലും ആ ചെറിയ കുട്ടിയുള്ളതല്ലേ ഇവിടെ. ഇവിടെ എന്നാലും പെട്ടിന്റെ പണി ഇട്ടുമല്ലോ. എങ്ങനെയല്ലോ ഒന്ന് മുങ്ങണല്ലോ ഇവിടുന്ന്. ആ കുഞ്ഞിപ്പ പോകല്ലേ. ഇജ്ജ് പാർസൽ തന്നെ വാങ്ങിക്കോട്ടെ. എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്റെ ബാഗും കുട്ടിയും ഇവിടെ. കുഞ്ഞിപ്പ എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിലാക്കി കാട്ട്. ഐഷ സ്കൂളിൽ പോവാ. ഹോട്ടലിൽ നിന്ന് വാങ്ങി തരട്ടോ. അപ്പൊ നാളെ മുതൽ ഉണ്ടാക്കി തരട്ടോ. അവിടെ അവിടുന്ന് താത്തമാരെന്താ ചോദിച്ചിനിയോ? മമ്മന്റെ പറ്റി ചോദിച്ചു. എനിക്ക് സങ്കടായി. സാരല്ല കേട്ടോ. മോളെ മമ്മ എവിടെ പോയതാന്നറിയോ? വിളിക്കലുണ്ടോ? എവിടെ പോയാന്നറിയൂലല്ലേ? പപ്പ ഒന്നും പറഞ്ഞില്ല. അർഷി, നിനക്ക് എന്തിനു തരാറാ? ഈ ആ കുട്ടീനോട് ഇറ്റാലൊക്കെ ചോദിക്കണേ. അർഷി, ഇനി ഉണ്ടാക്കിട്ടോ. മോളെ പപ്പ വന്നിട്ടുണ്ട്, ബെല്ലടിക്കുന്നുണ്ട്. പപ്പ എനിക്ക് ഡ്രസ് വേണ്ട, മമ്മന്റെ അടുത്ത് പോയാ മതി.
അപ്പം ഭയങ്കര നമുക്കിത് ഇഷ്ടമായിക്കണോ അല്ല ഇതാക്കണോ വാ ഇതാക്കണോ ഏതാ നമുക്ക് വേണ്ടത് മോക്ക് പറഞ്ഞോ. പപ്പ എനിക്ക് ഒരുപാട് രസം. പിന്നെ എനിക്ക് മമ്മനെ വിളിച്ചാൽ മതി. മമ്മനെ വിളിക്കാട്ടോ, വിളിച്ചു തരാട്ടോ. ഓക്കെ ഒന്നെങ്കിൽ മമ്മനെ വിളിച്ചതാ, അല്ലെങ്കിൽ മമ്മ ലേറ്ററിന് കൊണ്ടുപോകണം. അപ്പം മമ്മനെ വിളിക്കുന്നുണ്ട് വാവാ, ഫോണ് സ്വിച്ച് ഓഫ്. നമ്മൾ മമ്മനെ പോയി നോക്കി നോക്കട്ടോ. പപ്പ മമ്മ മമ്മ മമ്മേ ഇതെന്താ എല്ലാരും നോക്കുന്നേ? ഇതാരാണ്? എനിക്കറിയില്ല. മോളേതാ? ഞാൻ ഐഷു ആണ്. ആയിഷോ? എനിക്കറിയില്ലല്ലോ. ആരെ കൂടെ വന്നതാ? ആരെയും മമ്മ ഒന്നല്ല. ഒരു മാനേഴ്സ് ഇല്ലേ കുട്ടിക്ക്? മമ്മ ആണ് പോലും മമ്മ. ഞാൻ ആരെയും മമ്മ ഒന്നല്ല. പപ്പ എന്തേ? എന്താക്കീനി ഞാൻ വെള്ളം കുടിക്കുക. വെച്ചോയോ? സാരല്ല കേട്ടോ, നമുക്ക് പഠിക്കാനൊന്നുമില്ലേ? ഉണ്ട്. ഉണ്ട്. ഞാൻ മമ്മന്റെ മോളല്ലേ, ഞാൻ മമ്മനെ വിളിച്ചിട്ടുണ്ട് എടുക്കാട്ടെ. അമ്മ പോകുന്ന സ്ഥലത്തൊക്കെ നാളെ അമ്മക്ക് പോയി നോക്കിയാലോ? പോയി നോക്കട്ടോ. പഠിച്ചാണോ സ്വപ്നം കണ്ടതൊക്കെ യാഥാർത്ഥ്യമായി മാറാണോ? എടാ ഒരു കവർ പാലും ഉണ്ടാ. ഈ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങിയോ? സാധനം വാങ്ങാൻ ഇറങ്ങിയതാണ്. എനക്കിപ്പോൾ നല്ല സുഖല്ലടോ. അല്ലടോ ഓള് പോവാണ്ടായ കാരണം എന്താ? ഒന്ന് പറഞ്ഞോണ്ടാ. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച തൊള്ളതുകൊണ്ട് എന്നെ കൊണ്ട് വേറെ ഒന്നും പഠിപ്പിക്കരുത്. ഇതിന്റെ വില അറിയണമെങ്കിൽ വീട്ടിലുള്ളൊരു പെണ്ണ് പോകണം, അപ്പം മനസ്സിലാവും. എടാ അല്ലടാ ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ ചേട്ടാ. വീട്ടിലെ പെണ്ണ് രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് 10 മണി വരെ എന്തൊക്കെ പണി അവിടെ എടുക്കേണ്ടത് നിങ്ങൾക്ക് അറിയോ? 10 മണിയാകുമ്പോൾ വീട്ടിലുള്ള കുട്ടീനെ സ്കൂളിലേക്കും പറഞ്ഞയച്ച് എന്നിട്ട് പണി തീർന്നില്ല. വീട്ടിൽ അടിച്ചാരാണ്ടാവും, തുടയ്ക്കാണ്ടാവും, അതേപോലെ തന്നെ അലക്കാണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് ഓട് വീട്ടിലൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തോ നിങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. അപ്പോഴും ഒക്കെ റെസ്റ്റ് ഇല്ല. ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കേൾക്കൽ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് മോനോ അല്ലെങ്കിൽ മോളോ സ്കൂൾ വിട്ടിട്ട് വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. ഓൾക്കുള്ളതും ഫുള്ള് റെഡി ആക്കിയിട്ട് അതും കഴിഞ്ഞ് രാത്രി ഒരു 11-12 മണിക്കാണ് ഈ ഒരു പെണ്ണ് കിടക്കുന്നത്. രാവിലെ പോയി രാത്രി വരെ വീട്ടിലെത്തണം. നമുക്കിതൊന്നും അറിയണ്ട. ഞാനും നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് വരുന്നത്. ഈ 365 ദിവസം പണിയെടുത്തിട്ട് ഒരു പൈസയും കൂലി പോലും പ്രതീക്ഷിക്കാതെ നമ്മളപ്പുറം അവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ വില നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അപ്പോൾ അവിടെ പോയി ഇനി അവർക്ക് എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചതെന്ന് അത് അറിയണ വരെയുള്ള കാത്തിരിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. മനസ്സിലാവില്ല. ചേട്ടാ എന്താ പ്രശ്നം? ഞാൻ പെട്ടെന്നാല് എനക്കിപ്പോൾ നല്ല സുഖല്ലടോ. അല്ലടോ ഓള് പോവാണ്ടായ കാരണം എന്താ? ഒന്ന് പറഞ്ഞോണ്ടാ. പപ്പ ഇങ്ങക്ക് സാധനം കാണിച്ചു തരട്ടെ. പപ്പ ഇങ്ങക്കണ്ടേ? അതൊന്നുമില്ല ബാബാ. മോളെന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? അമ്മാ മോക്ക് കിട്ടിയതാ? മാഷാ അല്ലാ, അടിപൊളിയാക്കിനല്ലോ. പപ്പ മമ്മൻ്റെ എത്ര സന്തോഷമായിരുന്നു. പപ്പ എന്തിനാ കടഞ്ഞേ? അമ്മ പോയിട്ട് മോക്ക് വിഷമമുണ്ടോ? പപ്പക്ക് വിഷമല്ലേ? ഒരു വീട്ടിലെന്തെങ്കിലും പ്രശ്നം നടന്നല്ലേ ബാബ, അത് കണ്ട് ചിരിക്കാൻ അടുത്തുള്ള വീട്ടുകാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ അവനാൻ്റെ വീട്ടിൽ അതേമാതിരി വന്നാലേ ഉള്ളൂ എല്ലാവർക്കും അതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവുക. എൻ്റെ മോളി അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ഒന്ന് വിളിച്ചോക്കാം. ഹലോ ഹലോ, മോളെ പപ്പ എവിടെടി? മാമിയാ? പപ്പ ഇവിടെ പുറത്തുണ്ടോ? പണിയെടുക്കാ? ആണോ? എന്നാലേ പപ്പ വന്നാലും ഒന്ന് വിളിക്കാൻ പറയണേ മാമിനെ. ഞാൻ വിളിക്കാ പറയാ. ഓക്കെ. വല്ലാത്തൊരു കഷ്ടമാണല്ലോ എൻ്റെ കുഞ്ഞിപ്പാൻ്റെ. ഓള് വരാത്തോണ്ട് കുട്ടിൻ്റെ കാര്യം നോക്കണം, ജോലിക്കും പോകണം. ഇതൊരു കഷ്ടമാണിത്.
സജികാക്കല്ലേ പറഞ്ഞ സന്ന ചേച്ചിന്റെ വീട്ടില് എന്റെ മമ്മന്റെ അമ്മക്ക് അവിടെ നിന്ന് പോയി നോക്കിയാലോ? ഷംനാച്ചിന്റെ വീട്ടിലോ? പൈപ്പുണ്ടല്ലോ അവിടെ ഷംനന്റെ വീട്ടിൽ അടിപൊളി ഡാൻസും പൈപ്പ് ആയിക്കോട്ടെ, അമ്മ പോവാ. ആണ് മോളെ ഷംനാച്ചിന്റെ വീട്. അമ്മയിലുള്ള വീടാന്ന് തോന്നുന്നു. ഇത്താ, ഷംനന്റെ വീട് ഏതാണ്? ആ നിങ്ങൾ ആരേനു? ഞാൻ അസ്ലന്റെ ഹസ്ബൻഡാണ്. ഓള് ഇവിടെ അല്ലല്ലോ. എന്താ ചെയ്യാ? അമ്മ പോവാ. ഷംന എപ്പോഴാ വരിക? അതറിയൂല കേട്ടോ, ഓള് എങ്ങോട്ടാ പോയെന്ന് അറിയൂല. ആയിക്കോട്ടെ, ശരി, ഞാൻ പിന്നെ ദിവസം വരാം. അപ്പ വണ്ടി നിർത്തി. എന്ത് ചെയ്യാവാ? അവിടെ ആരോ നോക്കണേ. ഇങ്ങോട്ട് പറഞ്ഞല്ലോ ഓളാടല്ല, നിങ്ങൾ അങ്ങോട്ട് പോണേ. അവിടെ നിക്കി. ഇങ്ങോട്ടല്ലേ ഞാൻ പറഞ്ഞ ഷംന ഇവിടെ അല്ലാന്ന്. ഇതിനെ ഷംന ഇല്ലാന്ന് കള്ളം പറയുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഇപ്പോ ഇത്ത ഞാൻ ഷംന ചേച്ചിനെ കണ്ടാണല്ലോ, എന്തിനാ കള്ള പറയണേ? ഇപ്പൊ ഷംന ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തീരുമാനിക്കാം. അല്ല, നിങ്ങൾ എന്തിനാ പോലീസ് സ്റ്റേഷനിലേക്ക് പോണേ? നിങ്ങൾക്ക് ഷംനനെ കണ്ടാ പോരെ? ഷംന, ഡോറ് തുറക്ക്. ഷംന, നടന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ അടുത്തേക്ക് ഓള് വന്നിക്കണെന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ എന്താ നടന്നതെന്ന് അറിയില്ല. നിങ്ങൾ എന്തിനാ വിളിച്ച് കളിക്കുന്നത്? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ തന്നെ അവള് പോവുകയും ചെയ്തല്ലോ. വേറൊന്നും എനിക്കറിയത്തില്ല. അന്ന് രാത്രി ഇവിടുന്ന് എന്തൊക്കെയോ സൗണ്ടും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ നടന്നത് അന്ന് രാത്രി? ഷംന പറഞ്ഞേക്കടി, ഇനി എന്നെ കൊണ്ടാവൂലട്ടത്. എന്താ പറയുന്നത്? എന്താ റൈഹാനത്തെ ആവശ്യമില്ലാത്തൊക്കെ പറയാം. നമ്മളതിനെന്താ ചെയ്തത്? ചെറിയ കുഞ്ഞിന്റെ മുഖത്ത് നോക്ക്. കുഞ്ഞിന്റെ മുഖം നോക്കിയില്ലെങ്കിൽ ഉള്ള പോലെ പറയും. എൻ്റെ ജോലി പോയടാ. എന്താ ഞാൻ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞിട്ട് ആ വീട് മൂപ്പരെടുത്തത്. ലോൺ എടുത്തിട്ടും സ്വർണം പണയം വെച്ചിട്ടൊക്കെയാണ് എടുത്തത്. ഞാൻ എന്താ ആ മനുഷ്യനോട് പറയാം? ഇനി ആ വീട്ടിലൊക്കെ കയറി ചെല്ലണത് ആലോചിക്കാൻ വയ്യ. ജോലി ഇത്ര പെട്ടെന്ന് പോകുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ടെൻഷൻ അടിക്കല്ലേ? ഞാൻ പിന്നെ എന്ത് പറയാനാ? എല്ലാം ശരിയാവൂടി, ടെൻഷൻ അടിക്കല്ലേ. ഞങ്ങളൊക്കെ അല്ലേ, പറയടി ഒന്ന്. ആ മൂപ്പരെ കാണുമ്പോൾ എനിക്കിതൊക്കെയാണ് മനസ്സിലേക്ക് വരിക. ഞാൻ കാരണമാണ് മൂപ്പര് ഇത്രയും കടത്തിലേക്ക് വന്നത്.